ഹലോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണെന്നുള്ളത് നോക്കാം. നോക്കൂ, ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അത് നോട്ട് ചെയ്യണം. ജി ഓഫ് എക്സ് എന്താണ്? ലീനിയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പീസ് വൈസ് ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഇഫ് എഫ് ഡാഷ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 ദെൻ ദി വാല്യൂ ഓഫ് ജി ഓഫ് 3 ഇസ്. അപ്പോൾ ഇത് ശരിക്ക് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ജി ഓഫ് എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും? ലീനിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എ എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇത് കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0. കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിനർത്ഥം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്, അതായത് 0ൻ്റെ റൈറ്റ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? അല്ലെങ്കിൽ നമുക്കിതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ആണ് എഫ് ഓഫ് 0 ആണ്. ഓക്കെ, ഇതല്ല കണ്ടിന്യൂറ്റി ഡെഫിനേഷൻ. അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ആവും. എനിവേ നമ്മൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് മാത്രം എടുക്കുന്നു. കാര്യം റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ നമ്മുടെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഫംഗ്ഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ജി ഓഫ് എക്സ് ആണല്ലോ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സമയത്ത് 0 പ്ലസ് മീൻസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 കേസ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് ദ ഹോൾ പവർ ഇസ് 1 ബൈ എക്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1 ബൈ എക്സ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഇൻഫിനിറ്റിയാണ്. ഇവിടെ നിങ്ങൾ നേരിട്ട് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1/2 ആണ്. അപ്പോൾ വരുന്നത് 1/2 ഓൾ റൈസ് ടു ഇൻഫിനിറ്റിയാണ് വരിക. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഓൾ റൈസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 0. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ കണ്ടിന്യൂസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, അപ്പോൾ ഇവിടെ നോക്കുക എ എക്സ്. ഇപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എക്സിന് 0 കൊടുക്കുന്ന കേസല്ലേ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ജി ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 മീൻസ് ആക്ച്വലി ജി ഓഫ് 0 ആണ്. ബിക്കോസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ജി ഓഫ് എക്സ് ആയിട്ടാണ്. ആ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ ആണ്. നമ്മൾ എക്സ് പ്ലസ് ബി എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ നേരിട്ട് എക്സിന് 0 കൊടുക്കുകയാണ്. ദാറ്റ് മീൻസ് ജി ഓഫ് 0 ആണ്. ജി ഓഫ് 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ ഇൻറ്റു 0 പ്ലസ് ബി എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇപ്പോൾ ജി ഓഫ് 0 ബി ആണ്. എഫ് ഓഫ് 0 എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ആൻസർ എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മളെ ബി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബി 0 ആയി കഴിഞ്ഞാൽ ജി ഓഫ് എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും? ജി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. ബിക്കോസ് ബി ഈസ് 0. ഓക്കെ, ബി എന്താണ്? 0 ആണ്. ഇനി നമ്മൾ ഇതിനെ ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് പോകണം. എഫ് ഡാഷ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 ആണ്. അപ്പോൾ എഫ് ഓഫ് -1ലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എഫ് ഡാഷ് 1 എന്താണെന്ന് കണ്ടുപിടിക്കുക. എഫ് ഡാഷ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 1നേക്കാളും ഗ്രേറ്റർ, 0നേക്കാളും ഗ്രേറ്റർ ആണല്ലോ 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കേസ് എടുക്കുകയാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന സമയത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് 1 പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് ദ ഹോൾ പവർ എക്സ് 1 ബൈ എക്സ് ആണ്. ദ ഹോൾ പവർ 1 ബൈ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ y ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. എഫ് ഓഫ് എക്സിന് പകരം y എന്ന് എടുക്കുകയാണ്. അതിനുശേഷം അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് കേട്ടോ. ഐ മീൻ ബിഫോർ ദാറ്റ് ടേക്ക് എ ലോഗ്. അപ്പോൾ ലോഗ് y ഈസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് ഓഫ് 2 പ്ലസ് എക്സ് എന്നാണ് വരിക. ഓക്കെ, ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് ഓഫ് 2 പ്ലസ് എക്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ 1 ബൈ എക്സിനകത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്താലും മതി. ഫസ്റ്റ് ഫംഗ്ഷൻ 1 ബൈ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ അത് കംപ്ലീറ്റ് ബ്രാക്കറ്റ് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ 1 ബൈ എക്സ് ആണ്. യെസ്. ഇനി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ലോഗ് ഓഫ് 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് ആണ്. ഓക്കെ, മൈനസ് ലോഗ് ഓഫ് 2 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 പ്ലസ് എക്സ് ആണ്. സോ ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് ലോഗ് ഓഫ് 2 പ്ലസ് എക്സ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് മീൻസ് -1 ബൈ എക്സ് സ്ക്വയർ ആണ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് ആണ്. എഫ് ഡാഷ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇതാണല്ലോ വരിക. എഫ് ഓഫ് എക്സ് ഇൻറ്റു ആണ് വരിക. എനിവേ, അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വരിക? എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും അല്ലേ. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് മൈനസ്
1/2 plus x, okay, plus log of 1 plus x minus log of 2 plus x, this all into 1/x square എന്നുണ്ട്. ഓക്കെ, മൈനസ് 1/x square എന്നുണ്ട്. റൈറ്റ്, ഇതാണ് നിങ്ങളുടെ ടോട്ടൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഡാഷ് 1 ആണ്. അപ്പോൾ നമ്മൾ എക്സിന് 1 കൊടുക്കലാണ്. എഫ് ഡാഷ് 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരിക നോക്കാം. എഫ് ഓഫ് 1. നോ, വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 നമ്മൾ നേരിട്ട് ഇവിടെ കൊടുക്കലാണ്. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നേരിട്ട് 1 കൊടുക്കലാണ്. അപ്പോൾ 1 + 1 2. അപ്പോൾ എന്ത് വരും? ആക്ച്വലി എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2/3 all raised to 1 വരും. അപ്പോൾ 2/3 വരും. അപ്പോൾ അത് 2/3 ആണെന്ന് മനസ്സിലായി. എഫ് ഓഫ് 1 2/3 ആണ്. ഓക്കെ, പിന്നെ എക്സിനൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാം? 1 കൊടുക്കണം. ഇവിടെ എക്സിനൊക്കെ, സോറി അവിടെ അല്ല, അവിടെ 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. എനിവേ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും എക്സിന് 1 കൊടുത്തേക്കാം. എല്ലാ സ്ഥലത്തും എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഫൈനൽ ആൻസർ? അത് നോക്കാം. അപ്പോൾ 1/1 1 ആണ്. 1/2 മൈനസ് 1/3 വരും. ഓക്കെ, 1/2 മൈനസ് 1/3 വരും. പ്ലസ് log 2 മൈനസ് log 3 വരും. ഓക്കെ, log 2 മൈനസ് log 3 വരും. പിന്നെ ഇൻറ്റു -1 വരും. ആൻഡ് ദിസ് ഇൻറ്റു -1 വരും. റൈറ്റ്, സോ ദിസ് ഈക്വൽ ടു 2/3 ഇൻറ്റു, അത് നിങ്ങൾ സോൾവ് ചെയ്യുക. 3 മൈനസ് 2 1 വരും. 1/6 പ്ലസ് log 2/3 വരും. log 2/3. ഓക്കെ, log 2/3 ഇൻറ്റു -1 എന്ന് വരും. സോ ദിസ് ഈസ് ആക്ച്വലി 3 കിട്ടും മക്കളെ. പറ 2 6 ക്യാൻസൽ. 1/9 മൈനസ് log 2/3 എന്ന് കിട്ടി. ഓക്കെ, 1/9 മൈനസ് log 2/3 എന്ന് കിട്ടി. ഇതാണ് എഫ് ഡാഷ് 1 എന്ന് പറയുന്ന സംഭവം. ഇനി നമുക്ക് വേണ്ട എന്താണ്? എഫ് ഡാഷ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഫ് ഡാഷ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് -1. എഫ് ഓഫ് -1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക? ജി ഓഫ് -1 ആണ്. അപ്പോൾ എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് -1 ആണ്. ജി ഓഫ് -1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് എ എക്സ് ആണ്. അപ്പം ജി ഓഫ് -1 എന്ന് പറഞ്ഞാൽ -a ആണ്. സോ ദിസ് -a ഈസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് -1 ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് 1 ആണ്. എഫ് ഡാഷ് 1 ആണ്. സോ -a ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് 1 എന്ന് പറയുമ്പോഴത്തേക്കും 1/9 മൈനസ് log 2/3 ആണ്. -1 മൾട്ടിപ്ലൈ ചെയ്താൽ a കിട്ടി. a എന്ന് പറഞ്ഞാൽ log 2/3 മൈനസ് 1/9 എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് a. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി ഓഫ് 3 ആണ്. ഓക്കെ, കുറച്ച് ലെങ്തിയാണ് സംഭവം. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എ എക്സ് എന്ന് കിട്ടിയല്ലോ. എ എന്താണ്? log 2/3 മൈനസ് 1/9. log 2/3 മൈനസ് 1/9 ആണ് എ ഇൻറ്റു എക്സ് ആണ്. സോ വാട്ട് ഇസ് ജി ഓഫ് 3? ജി ഓഫ് 3 ഈസ് log 2/3 മൈനസ് 1/9 ഇൻറ്റു 3 ആണ് വരിക. 3-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 log 2/3 മൈനസ് 1/3 എന്ന് വരും. ശരിയല്ലേ? ഇങ്ങനെ ആൻസർ ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഇതിന് ആൻസർ വരുന്നത് log 2³ 8/3³ 27. അങ്ങനെ വരുന്നില്ല. യെസ്, അവിടെ ജി ഓഫ് 3 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ജി ഓഫ് 3 ഈസ് വാട്ട്? log 2 മൈനസ് log 3. log 2/3 വരും. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് യെസ്, ഇവിടെ ഒരു 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് 2/3 ഇൻറ്റു 1/6 1/9 മൈനസ് 2/3 ഇൻറ്റു log 2/3. ഇവിടെ ഒരു 2/3 മിസ്സിങ് ഉണ്ട് കേട്ടോ. യെസ്, ഒരു 2/3 മിസ്സിങ് ഉണ്ട്. ആ 2/3 കൂടെ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഞാനതും കൂടെ ജസ്റ്റ് ചേർത്ത് പറയാം, ശ്രദ്ധിച്ചോളൂ. ആ 2/3 കൂടെ കൊടുക്കണം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതവിടെ വരുന്ന സമയത്ത് ഇവിടെ വരുന്ന ആൻസർ 1/9. ഓക്കെ, ദിസ് ഈസ് വാട്ട് ആക്ച്വലി 1/9 മൈനസ് 2/3 log 1/3 എന്ന് കിട്ടിയിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നമുക്ക് പറയാൻ പറ്റും എഫ് ഡാഷ് 1 കിട്ടി. ഇനി എന്താണ് നമുക്ക് അടുത്തത്? എഫ് ഡാഷ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് -1 ഈക്വൽ ആണ്. എഫ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ജി ഓഫ് -1 ആണ്. ബിക്കോസ് -1 എന്ന് പറയുമ്പോഴത്തേക്ക് ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ഫംഗ്ഷൻ ജി ഓഫ് എക്സ് ആണ്. അപ്പം ജി ഓഫ് -1 വരും. ജി ഓഫ് -1 എന്ന് പറഞ്ഞാൽ -a ഇൻറ്റു -1 ആണ്. ദാറ്റ് ഈസ് -a. അത് എന്തിനോട് ഈക്വൽ ആണ്? എഫ് ഡാഷ് 1നോട് ഈക്വൽ ആണ്. സോ -a ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് 1 ആണ്. ദാറ്റ് മീൻസ് 1/9 മൈനസ് 2/3 log 2/3.
ഓക്കെ 2/3 log 2/3. യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ കണ്ടുപിടിക്കാൻ പറ്റും. എ എന്ന് പറയുന്നത് എന്താ വരിക? എ ഇസ് ഈക്വൽ ടു നമുക്ക് വരിക -1 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1/9 പ്ലസ് 2/3 -1/9 പ്ലസ് 2/3 ഇൻറ്റു ലോഗ് 2/3 അല്ലേ വരിക? യെസ്, ലോഗ് 2/3 എന്ന് വരും. ഓക്കെ, എ കിട്ടി. നമുക്ക് വേണ്ടത് ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ എക്സ് ആണ്. സോ -1/9 പ്ലസ് 2/3 ഇൻറ്റു ലോഗ് 2/3 ഇൻറ്റു എക്സ് എന്ന് കിട്ടി. ഇതാണ് ജി ഓഫ് എക്സ്. ഓക്കെ, എ എക്സ്. ഇനി ജി ഓഫ് 3 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ജി ഓഫ് 3 എന്ന് പറഞ്ഞാൽ -1/9 പ്ലസ് 2/3 ഇൻറ്റു ലോഗ് 2/3 ഇൻറ്റു 3 ആണ്. അപ്പോൾ 3-നകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1/3 പ്ലസ് 2 ലോഗ് 2/3 എന്നാണ് കിട്ടുക. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ലോഗ് 4/9 എന്ന് എഴുതാം. കാര്യം ഈ 2 പവറിലേക്ക് പോകും അല്ലേ? 2 പവറിലേക്ക് പോകുമ്പോൾ 4/9 ആവും. പിന്നെ -1/3 എന്നുണ്ട്. ദിസ് ഇസ് ലോഗ് 4/9 മൈനസ് ഇതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് ഇ റേസ് ടു ലോഗ് ഇ റേസ് ടു 1/3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗ് എ ബൈ ബി ആണ്. സോ 4/9 ഇ റേസ് ടു 1/3 എന്നാണ് വരിക. സോ ദിസ് ഈസ് ദി ആൻസർ, 4/9 e raised to 1/3. So which option is correct? Option 4 is correct. അപ്പോൾ ഇവിടെ ആ 2/3-നകത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഈ 2/3. ഓക്കെ, അത് അവിടെ വന്നത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തിയാണ്, അത്യാവശ്യം ചെയ്യാനുണ്ട്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, സി യു.